എല്ലാ പ്രിയപ്പെട്ട വ്യക്തികൾക്കും ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്ന, അതായത് നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ടും നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ തുടരുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് ആണ്. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഡീപ്പായിട്ട് നമ്മളിന്ന് റീഡിങ്ങിലൂടെ നോക്കാൻ പോവുകയാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. എല്ലാ കാര്യവും, ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ അതാണ് നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിൽ ആലോചിച്ചതിന് ശേഷം ഈ റീഡിംഗ് കാണുക. അതുപോലെ അവരുമായിട്ടുണ്ടായിരുന്ന പാസ്റ്റിൽ അവരുമായിട്ട് നിങ്ങൾ ചെലവഴിച്ച സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾ ഈ ഒരു നിമിഷം ഓർത്തെടുക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു നിമിഷം കൊണ്ടുവരിക. അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. റീഡിങ് തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ റെസണേറ്റ് ആകുന്നതായിരിക്കും ഈ ഒരു റീഡിങ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. ഇത് ഏത് സമയത്തും കാണാവുന്ന ഒരു റീഡിംഗ് ആണ്. ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തികൾക്കും ഏത് സമയത്തും കാണാൻ സാധിക്കുന്ന ഒരു റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. കാർഡുകൾ കുറച്ചെടുത്ത് ഷഫിൾ ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെ മുഖം വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുക. ഈ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. എന്താണ് ആ ഒരു വ്യക്തിയുടെ ഈ ഒരു നിമിഷം നിങ്ങളെപ്പറ്റി ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. ആ ഒരു വ്യക്തി ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നോക്കാം. ഓഷോ സെൻറ്റാറിട്ടാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഒരു 6 കാർഡ്സ് എടുക്കാം. 1, 2, ബോട്ടം ഓഫ് ദ ഡെക്ക്. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറഞ്ഞൊരു കാർഡ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞൊരു കാർഡാണ് കേട്ടോ. അതാദ്യം എടുത്തു. ട്രാൻസ്ഫർമേഷൻ, ഗോ വിത്ത് ദ ഫ്ലോ, ഷിസോഫ്രീനിയ, ബിയോണ്ട് ഇലൂഷൻ, ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റർ. നിങ്ങളുടെ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെപ്പറ്റി ഓർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് പാസ്റ്റിൽ ഇവർ ചെലവഴിച്ച കാര്യങ്ങളാണ് ഈ ഒരു നിമിഷം അവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്നത്. അതുപോലെ ഈ ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലാണ് നിലവിൽ തുടരുന്നെങ്കിലും അവിടെ ഈ ഒരു വ്യക്തി, നിങ്ങളുടെ വ്യക്തി, അതായത് നിങ്ങളുടെ വ്യക്തി എന്നുള്ള ഒരാൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ പാർട്ട്ണർ ആവാം, നിങ്ങളുടെ ലവർ ആവാം, ആരുമായിക്കോട്ടെ, ആ ഒരു വ്യക്തി ഈ ഒരു നിമിഷം ഒട്ട് ഹാപ്പി അല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ കടുത്ത ആന്തരിക സംഘർഷങ്ങളിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഒരു നിമിഷം അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ എടുത്തുചാട്ടം കൊണ്ടാണ് നല്ലൊരു ബന്ധം ഇല്ലാതായത്, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടത് എന്നൊരു യാഥാർത്ഥ്യം ഈ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞതായിട്ടാണ് കാണുന്നത്. നേരത്തെ ഒരു ആത്മീയ കാര്യങ്ങളിലൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് ഡിവൈൻ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടാറോ റീഡിങ്, അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള അസ്ട്രോളജി പോലെയുള്ള കാര്യങ്ങൾക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരിലൊരു മാറ്റമാണ് വന്നിരിക്കുന്നതെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഈ ഒരു നിമിഷം നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ നാളുകളായിട്ട് നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ തുടരുകയായിരിക്കും. അവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവരെ മറന്നിട്ടുണ്ടാകുമോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ ആ ഒരു വ്യക്തിയെ കംപ്ലീറ്റ്ലി ഒരു പൂർണ്ണനാക്കിയ ഒരാൾ, അല്ലെങ്കിൽ പൂർണ്ണയാക്കിയ ഒരു വ്യക്തി നിങ്ങളായിരുന്നു എന്നൊരു ചിന്ത ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില തെറ്റിദ്ധാരണകളുടെ പുറത്തായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചത്. അത് അവരുടെ മാത്രം തെറ്റുകൊണ്ടാവാം.
ഈ ഒരു ബന്ധം ഒരു അവസാന ഘട്ടത്തിലേക്ക് പോയത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരു കടുത്ത കുറ്റബോധത്താലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ജീവിക്കുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ നിലവിലത്തെ സാഹചര്യം ഏതുമായിക്കോട്ടെ, ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ഒട്ടും സന്തോഷവാനല്ല അല്ലെങ്കിൽ സന്തോഷവതിയല്ല എന്നുകൂടി കാർഡുകൾ മനസ്സിലാക്കി തരുന്നുണ്ട്. ആ ഒരു വ്യക്തി ഈ ഒരു നിമിഷത്തെ അതായിട്ട് തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം ആശയക്കുഴപ്പത്തിലാണ് ആ ഒരു വ്യക്തി. ആ ഒരു വ്യക്തി ഇപ്പം മറ്റൊരു വ്യക്തിയോടൊപ്പം, നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയോടൊപ്പം ആയിരിക്കാം ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർ നിലവിൽ കുടുംബത്തോടൊപ്പം ആയിരിക്കാം ജീവിക്കുന്നത്. ഏത് സാഹചര്യമായിക്കോട്ടെ അവരൊട്ട് ഹാപ്പിയല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറ്റബോധത്താൽ നീറുന്ന ഒരു മനസ്സായിട്ടാണ് എനിക്ക് ആ ഒരു വ്യക്തി ജീവിക്കുന്നത്. ഇവിടെ കടുത്ത മാനസികമായിട്ട് ആ ഒരു വ്യക്തി ബുദ്ധിമുട്ട് ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ കാര്യങ്ങളെ ഒരു പുതിയ വീക്ഷണകോണിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവർ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന്, നിലവിലത് അവരേത് സാഹചര്യത്തിലായാലും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അകന്ന് അവർ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് കാര്യങ്ങളെ പുതിയൊരു വീക്ഷണകോണിലൂടെ കാണാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നത് അവരെ ചുട്ടുപൊള്ളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊരുപാട് വേദനകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കാത്തൊരു വിധം അവർ തളച്ചിടപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ്. കാര്യം ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത വിധം കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ കടുത്ത മാനസിക സമ്മർദ്ദം അവരെ വേട്ടയാടുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളിലേക്ക് വന്ന് വീണ്ടും നിങ്ങളിലേക്ക് വരണമെന്നവർക്ക് ശക്തമായിട്ടുള്ള അവരുടെ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നത്, നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്നത് എന്നുള്ളൊരു കൃത്യമായ യാഥാർത്ഥ്യം ഈ ഒരു വ്യക്തി മനസ്സിലാക്കി എന്ന് തന്നെ എനിക്കിവിടെ കാർഡുകളിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇവരിപ്പോൾ ഇവരുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, കാര്യങ്ങളെ വഴിതിരിച്ച് വിടാനായിട്ട്. കാര്യം ഇവരുടെ മനസ്സ് മൊത്തം വേദനകളാണ്, മാനസിക വേദനയാണ്. കാര്യം ഇപ്പോൾ ഇവരുടെ സ്വന്തം കുടുംബത്തോടൊപ്പം ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് ഇവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോയെങ്കിൽ ആ ഒരു രണ്ട് സ്ഥലത്തും ഇവരൊട്ട് ഹാപ്പിയല്ല. ചില വ്യക്തികളുടെ കാര്യത്തിൽ കുടുംബത്തോടൊപ്പം പോയതായിട്ടും മറ്റു ചില വ്യക്തികളുടെ കാര്യത്തിൽ ഇവർ തേർഡ് പാർട്ടിയോടൊപ്പം പോയതായിട്ടും കാണുന്നു. ഈ ഒരു രണ്ട് സാഹചര്യത്തിലും നിലവിൽ നിങ്ങളുടെ വ്യക്തി സന്തോഷവാനല്ല അല്ലെങ്കിൽ സന്തോഷവതി അല്ല എന്ന് എനിക്ക് കാർഡുകൾ മനസ്സിലാക്കി തരുന്നുണ്ട്. അവർ ഈ രണ്ട് സാഹചര്യങ്ങളിലും ഒരുപാട് വേദന അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, ആ ഒരു വ്യക്തിയുടെ മനസ്സ് കുറ്റബോധത്താൽ നീറുന്നതായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരിതിനെയൊക്കെ മറികടക്കാനായിട്ട് ഇവർ ജോലിയിൽ അമിത ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് കടക്കുന്നതായിട്ടും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാര്യം അവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുപോലെ ഇവിടെ ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അത് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളുടെ വ്യക്തി നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു കഴിവുകളൊക്കെ ഇപ്പോൾ അവർ പുറത്തെടുത്തുകൊണ്ട് അവരുടേതായ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവരുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആത്മവിശ്വാസം വീണ്ടെടുക്കാനും എനിക്കിനി ജീവിക്കണം, അതിന് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവളെ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവനെ തിരിച്ചെൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനം, ഒരു വ്യക്തമായ തീരുമാനം ഈ ഒരു വ്യക്തി എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് വീണ്ടും വരണമെന്നും നിങ്ങളുമായിട്ട് പഴയതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നിലവിൽ അവരൊരു തീരുമാനവും എടുക്കുകയില്ല. കാര്യം അവരുടെ എടുത്തുചാട്ട ഫലമായിട്ടാണ് ഈ ഒരു ബന്ധം അറ്റുപോയത് എന്നുള്ളൊരു കൃത്യമായ ബോധ്യം ഇവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊരു സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിച്ച് അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രമാണ് അവരിനി ഒരു തീരുമാനമെടുക്കുക. എന്ത് തീരുമാനമെടുത്താലും അവരുടെ ജീവിതത്തിൽ നിങ്ങളിനി അവരുടെ കൂടെ വേണമെന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് ഈ ഒരു നിമിഷം വരെ സാധിച്ചിട്ടില്ല. അവരങ്ങനെ നടിച്ചിരുന്നു നേരത്തെ. കാര്യം നിങ്ങളിലേക്ക് പോയി നിങ്ങളെ തെറ്റിദ്ധാരണകൾ കൊണ്ട് അല്ലെങ്കിൽ പല നിങ്ങളുമായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലമാണ് ഈ ഒരു ബന്ധം തകർന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഇവർ പ്രാധാന്യം കൊടുത്തിരുന്നവരാണ്. ഇപ്പോൾ ഒരു ബന്ധത്തിലായിരുന്നപ്പോൾ നിങ്ങളെ ഒട്ടും പരിഗണിക്കാത്തൊരു വ്യക്തിയായിരുന്നായിരിക്കാം ഇവർ. അതിലൊക്കെ ഇവർക്ക് കുറ്റബോധമുണ്ട്. ഈ ഒരു സമയത്ത് ഒരു പക്ഷേ ആ ഒരു
കുറ്റബോധം ആ ഒരു കുറ്റബോധം ഫുള്ള് നിങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വ്യക്തിക്ക്. നിങ്ങളോട് ചെയ്തു പോയതിൽ കടുത്ത പശ്ചാത്താപം ആ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ഈ ഒരു ബന്ധം പഴയ പോലെ ആക്കണേ ദൈവമേ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു നിമിഷം അവരതിനാണ് ആത്മീയതയിലേക്ക് കടന്നതായിട്ടും കാണുന്നത്. കാര്യം അവർ ഒരുപാട് സ്ട്രെസ്സായിട്ടുള്ളൊരു സ്ട്രെസ്ഫുൾ ലൈഫിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ട്രെസ്സ്, അതായത് പിന്നെ നിങ്ങളുടെ ഓർമ്മകൾ അവരെ വേട്ടയാടുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ നിലവിലൊരു തീരുമാനം അവരെടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഈ ഒരു വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാക്കിയതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അതായത് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ പുറമേക്ക് കാണുന്ന വിശുദ്ധിയാണ് ചില വ്യക്തികളെ അവർ അന്ധമായിട്ട് വിശ്വസിച്ചതായിട്ട് കാണുന്നുണ്ട്. അതവരുടെ കുടുംബത്തിനെ ആകാം, അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടി ആകാം. ഇപ്പോൾ കുടുംബത്തിൻ്റെ മോഹ വാഗ്ദാനങ്ങളിൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളിൽ അവർ വീണുപോയി, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ പഞ്ചാര വർത്തമാനങ്ങളിൽ അവർ മയങ്ങിപ്പോയതായിട്ട് കാണുന്നുണ്ട്. അവരുടെ സൗന്ദര്യത്തിലും അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവർ വീണുപോയി. പക്ഷേ ഇപ്പോഴീ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് പശ്ചാത്താപിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതൊക്കെ വെറും പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നുവെന്നും അവരാരും തന്നെ സ്നേഹിച്ചിരുന്നില്ല എന്നും സ്നേഹിക്കുന്നില്ല എന്നും ഉള്ളൊരു യാഥാർത്ഥ്യം ഈ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു. അവരെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചതും മനസ്സിലാക്കിയത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളൊരു ചിന്ത കൂടി ഇവരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു. അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പശ്ചാത്താപത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ചെയ്തത് കൊടിയ അനീതിയാണെന്ന് അവർക്ക് ഇപ്പോൾ ബോധ്യം വന്നിട്ടുണ്ട്. അവർ തെറ്റിതിരുത്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനസ്സായിട്ടാണ് ഫ്യൂച്ചറിൽ എനിക്ക് എടുക്കുമ്പോൾ റീഡിങ്ങിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കി ഒരു സ്വയം തിരിച്ചറിവ് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്. അങ്ങനെയാണ് എനിക്കിവിടെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. ഇവർ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അപ്പം ഈ ഒരു വേദനകളെയൊക്കെ മറികടക്കാനായിട്ട് അവർ സ്വീകരിച്ച മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പം പാട്ട് പാടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കാം നിങ്ങളുടെ വ്യക്തി. അവരിപ്പോൾ അവരുടെ ദുഃഖങ്ങളെയൊക്കെ മറികടക്കുന്നത് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അതുപോലെ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പാട്ടൊക്കെ പാടി, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഡ്രോയിങ്, അതുപോലെ എന്തെങ്കിലും ആക്ടിങ്, അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ എക്സ്ട്രാ കരിക്കുലർ പോലെയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ്. അതായത് അവരുടെ മനസ്സിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊരു മോചനം അവർക്ക് അത്യാവശ്യമാണ്. കാര്യം അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരു ജീവിതം ആണ് അവരുടേതെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. കാര്യം അവരിപ്പോൾ ജീവിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ജീവിതവും ഇപ്പോൾ കുടുംബത്തോടൊപ്പമുള്ള അവരുടെ ഒന്നിച്ചുള്ള ആ ഒരു താമസമൊന്നും ദീർഘകാലം അവരുടെ കൂടെ ഉണ്ടാവില്ല എന്നവർക്കറിയാം. എല്ലാവരുടെയും തനിനിറം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം അവരാണ് ഇവിടെ തെറ്റ് ചെയ്തത്. ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് എൻ്റെ അടുത്ത് വന്നുകൂടെ. അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ തെറ്റായ തീരുമാനം അല്ലെങ്കിൽ അവരെടുത്ത തെറ്റായ ഡിസിഷൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ബന്ധം ഇങ്ങനെ ഒരു വേർപെട്ട് പോയത്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി നോ കോണ്ടാക്റ്റ് അവസ്ഥയിലേക്ക് എത്തിച്ചത് അവരുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ അവരുടെ ചെയ്തികളുടെ ഫലമാണ്. അപ്പം അതിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. അവർ ഇനി പെട്ടെന്നൊരു തീരുമാനം എടുത്തായിരിക്കില്ല വരുന്നത്. ഒരു സ്റ്റേബിൾ കമ്മിറ്റ്മെൻറ്റ് തരാനാണ് അവരിനി ഈ ഒരു ബന്ധത്തിന് ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് എന്നും കൂടെ കൂട്ടി നിങ്ങളോട് ചെയ്തു പോയ സകല കാര്യങ്ങൾക്കും നിങ്ങളോട് ക്ഷമാപണം നടത്തി വീണ്ടും നല്ല രീതിയിൽ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ്. അതിനായിട്ട് അവരൊരു ഒരു ഡിവൈൻ ടൈമിന് വേണ്ടി ശരിയായ സമയത്തിനായിട്ട് ഈ ഒരു വ്യക്തി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോഴത്തെ എന്താണോ സിറ്റുവേഷൻ, അതിനെ പ്രസൻറ്റ് എന്താണോ അതിനെ അതായി തന്നെ അംഗീകരിച്ച് പോകാനാണ് ഈ ഒരു വ്യക്തി. ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞൊരു കാർഡ് തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. കാര്യം നിലവിലത്തെ ആ ഒരു ജീവിത സാഹചര്യം, അതായത് ഇപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പമുള്ള ജീവിതമാണെങ്കിലും കുടുംബത്തോടൊപ്പം ഉള്ളൊരു ജീവിതമാണെങ്കിലും അവർക്ക് അവിടെ ഒട്ടും ഒരു സാറ്റിസ്ഫൈഡ് അല്ല. അവരവിടെ ഒരുപാട് വിഷമം അവരനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ കൊടിയ രീതിയിലുള്ള ഒരു വഞ്ചന ഇവർ നേരിട്ടതായിട്ട് കാണുന്നുണ്ട്. ഫാമിലിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ ഒരു വ്യക്തി വിശ്വാസവഞ്ചന നേരിട്ടു എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളെപ്പോലെ സ്നേഹിക്കാനും നിങ്ങളെപ്പോലെ മനസ്സിലാക്കാനും അവരെ മനസ്സിലാക്കാനും ആർക്കും കഴിയില്ല എന്നുള്ളൊരു കടുത്ത യാഥാർത്ഥ്യം ഈ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ
അവരുടെ എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ബന്ധം തകർന്നു വീണത് എന്നതുകൂടി അവർക്ക് മനസ്സിലായി. അതുതന്നെയാണ് ഏറ്റവും ഇവിടെ എനിക്ക് പ്രകടമായ ഒരു മാറ്റം അവരിൽ വന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു നിമിഷം അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിമിഷം അല്ല, എല്ലായ്പ്പോഴും അവർ നിങ്ങളെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിയായ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാര്യം തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധമാണെങ്കിൽ തന്നെ അതൊരു അവസാന ഘട്ടത്തിലാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഏതാണ്ട് എൻഡ് ആയതായിട്ട് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കുടുംബക്കാരെയൊക്കെ ഇത്രയും നാളും ഭയന്ന് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വാക്ക് കേട്ട് നിങ്ങളെ അവിശ്വസിച്ച വ്യക്തികളായിരുന്നായിരിക്കാം ഇവർ. കുടുംബത്തിൻ്റെ വാക്ക് കേട്ട് നിങ്ങളെ അവിശ്വസിക്കുകയും നിങ്ങളെ ഇട്ടെറിഞ്ഞ് ഇവർ കുടുംബത്തോടൊപ്പം പോയതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴവർക്ക് കുടുംബക്കാരുടെ യഥാർത്ഥ സ്വഭാവവും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നൊക്കെ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇവർ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അവർ പലർക്കും വേണ്ടി നിങ്ങളെ തള്ളിക്കളഞ്ഞല്ലോ എന്നൊക്കെ വെച്ച് അവർ ഒരുപാട് വേദനിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾ മാത്രമാണുള്ളതെന്നാണ് എനിക്ക് റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു നോ കോണ്ടാക്റ്റിൽ തുടരുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ഏകദേശം 3 മുതൽ 4 മാസത്തിനുള്ളിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് റീഡിങ്ങിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി ബന്ധമൊക്കെ ഏതാണ്ട് അവസാനിക്കാറായി എന്നുകൂടി കാർഡുകൾ എനിക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. സർവം കൃഷ്ണാർപ്പണ നമസ്തു. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്നത്തെ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു കറണ്ട് ഫീലിങ്സ്, നിങ്ങളോടൊപ്പമുള്ള ഫീലിങ്സും ഇതാണ്. അപ്പം വീണ്ടും മറ്റൊരു റീഡിങ്ങിലൂടെ കാണുമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുകയാണ്. അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയറും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ കാണാമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.